കാരിൽ ഒരാളാണ്. നിലവിലുള്ള നിയമത്തിൽ അത് തുടരുകയാണോ വേണ്ടത്? അത് തുടരുകയാണ് വേണ്ടത് എന്ന് വനസംരക്ഷണ കർഷക സംരക്ഷണ ആളുകൾ പറഞ്ഞാൽ തുടരുന്നതിന് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധമില്ല. എന്നാൽ വാച്ചർമാരുടെ ഗണത്തിൽപ്പെടുന്നവർക്ക് ഇങ്ങനെയൊരു അധികാരമുള്ളത് എടുത്തു കളയാനാണ് തീരുമാനിച്ചത്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പക്ഷേ ഈ നിയമഭാഷ വരുമ്പോൾ നേരത്തെയുള്ള വാക്കിൽ നിന്നും അറസ്റ്റ് അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്കായി, അതിൻ്റെ താഴെയുള്ളവരിപ്പോൾ ഉണ്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിരോധമില്ല വ്യക്തിപരമായി. ഇപ്പോഴുള്ളതാണോ വേണ്ടത്? ഈ മാറ്റമാണോ വേണ്ടത്? ഇത് ഇത്രയും പോരാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബീറ്റ് ഫോറസ്റ്റർ പോരാ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണമെന്നൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിനൊരു പ്രയാസവും നമുക്കറിയാം. പക്ഷേ ഇപ്പോഴുള്ളതാണോ തുടരേണ്ടത്? ഇതാണോ അതിനേക്കാൾ മെച്ചം ഇതാണോ? രണ്ടാമത്തെ എന്താണ്? ഇതേപോലെ തന്നെ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും വാച്ചർ ഉൾപ്പെടെയുള്ള ഏത് ഫോറസ്റ്റ് ഓഫീസർമാർക്കും ഇപ്പോൾ അധികാരമുണ്ട്. അവിടെയും നമ്മൾ വാച്ചർമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് നിർദ്ദേശിച്ചത്. അത് വളരെ ലഘുവായ ഭേദഗതിയാണ്. അതിന്മേൽ പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒട്ടും ഒരു യുക്തിക്കും നിരക്കുന്നതല്ല. മറ്റൊന്നെന്താണ്? ഇപ്പോൾ ക്രിമിനൽ നടപടി നിയമമുണ്ട്. പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോൾ, നടപടികൾ സ്വീകരിക്കുമ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഇവിടെ അതില്ല. അപ്പോൾ ഇനി മുതൽ അത് വനം വകുപ്പിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ നടപടിക്രമങ്ങൾ ഒന്നുമില്ലാതെ നടത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ മെച്ചമാണോ ദോഷമാണോ എന്ന് നിഷ്പക്ഷമതികൾ ആലോചിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോഴത്തെ നിയമപ്രകാരം സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ ഭൂമിയിൽ വളരുന്ന ചന്ദനമരം മുറിക്കാൻ അധികാരമില്ല. എന്നാൽ വനം വകുപ്പ് മുഖേന ചന്ദനം മുറിച്ച് വിൽപ്പന നടത്തി ആയതിൻ്റെ വില ഈടാക്കി ബില്ലിൽ വ്യവസ്ഥ ചെയ്തു. അതെങ്ങനെയാണ് കർഷകദ്രോഹം എന്നെനിക്ക് മനസ്സിലായില്ല. ഇത് കർഷകദ്രോഹമാണ് എന്ന് പറയുന്നവർ, ഇത്രയും അറിവും പരിചയമുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോൾ ഇത് കർഷകദ്രോഹമാണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടാണുള്ളത്. പിന്നെ വരുന്നൊരു ഭേദഗതി, ബാക്കി എല്ലാ നിയമത്തിലും രാജിയാക്കൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ACF മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്. വനമന്ത്രി A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എനിക്കൊന്ന് വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കേസെടുക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറയുകയാണ് വനമന്ത്രി A.K. ശശീന്ദ്രൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സമയം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. കുറേയധികം വാർത്തകൾ ബാക്കിയാണ്. PP ജെയിംസ് ഒക്കെ വരാനിരിക്കുന്നു.